ഹായ് എവരിവൺ. നമ്മളിന്ന് ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 12 ആണ്. അപ്പോൾ ഉൽപ്പത്തി 12 നമ്മൾ കാണുന്നത് ദൈവം അബ്രാമിനെ വിളിക്കുന്നതായിട്ടും പിന്നീട് അബ്രാം ദൈവത്തെ വിശ്വസിച്ച് പോകുന്നതും അതുപോലെ അബ്രാമിൻ്റെ ജീവിതത്തിലുണ്ടായ ചെറിയൊരു വീഴ്ചയെ പറ്റിയും കൂടെ നമ്മളവിടെ കാണുന്നുണ്ട്. ആദ്യമായിട്ട് ദൈവം അബ്രാമിനെ വിളിക്കുന്നത് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. ദൈവം അബ്രാമിനെ വിളിച്ചപ്പോൾ അബ്രാമിന് 75 വയസ്സ് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ദൈവം തന്നോട് പറഞ്ഞ് തന്നെ അബ്രാമിനെ വലിയൊരു ജാതിയാക്കും, തൻ്റെ നാമത്തെ, തൻ്റെ പേരിനെ വലുതാക്കും, താൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും, താൻ കാരണം ഭൂമിയിലുള്ള എല്ലാവർക്കും അതൊരു അനുഗ്രഹമായി മാറും എന്ന് ദൈവം തനിക്ക് അവിടെ പ്രോമിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞത്, താൻ അബ്രാമിനോട് പറഞ്ഞു, താൻ തൻ്റെ ചാർച്ചക്കാരെയും എല്ലാവരെയും തൻ്റെ ബന്ധുക്കളെയും അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങി ദൈവം പറയുന്ന ആ സ്ഥലത്തേക്ക് പോകണം എന്നായിരുന്നു ദൈവം അവിടെ പറഞ്ഞത്. അപ്പോൾ തന്നെ അബ്രാം അതുപോലെ തന്നെ അനുസരിക്കുവാനായിട്ട് ഇടയിൽ തീർന്നു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അബ്രാം അടുത്ത ദിവസം തന്നെ തൻ്റെ അപ്പനെയും എല്ലാം കൂട്ടിക്കൊണ്ട് താൻ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യാത്ര തിരിക്കുന്നു. താൻ ആരോടും താൻ അഭിപ്രായം ചോദിക്കുക, മറ്റ് ബന്ധുമിത്രാദികളുടെ അഭിപ്രായം ചോദിക്കുക ഒന്നും താൻ ചെയ്തില്ല. ദൈവം തന്നോട് പറഞ്ഞു കാണിക്കുന്ന ദേശത്തേക്ക് പോകാണ്ട് യാത്ര ചെയ്യാനെന്ന് ദൈവം തന്നോട് പറഞ്ഞു. താൻ അത് അതുപോലെ അനുസരിക്കാനും ചെയ്യും. താൻ വേറെ ആരോട് തൻ്റെ അഭിപ്രായം ചോദിക്കുവാനായിട്ട് ഇടയായില്ല. അങ്ങനെ താൻ വിശ്വസിച്ചിറങ്ങിയത് കൊണ്ട് ദൈവം തന്നെ ആ ഒരു പ്രോമിസ്ഡ് ലാൻഡ് തനിക്ക് ഒരുക്കിയിരിക്കുന്ന ആ ഒരു വാഗ്ദത്ത ദേശത്ത് തനിക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നതെന്നും നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും താൻ അത്ര വിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു എങ്കിൽ പോലും തനിക്ക് ചില കാര്യങ്ങൾ തനിക്കും ചില പാളിച്ചകൾ സംഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. കാരണം ആദ്യമേ ദൈവം പറഞ്ഞ ചർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുവാനെന്നാണ് പറഞ്ഞത്. പക്ഷെ അബ്രാം അവിടെ എന്താണ് ചെയ്തത്? അബ്രാമിൻ്റെ നെഫ്യൂ ആയിട്ടുള്ള ലോത്തിനെ വിളിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതായിരുന്നു അബ്രാമിനെ പറ്റി ആദ്യത്തെ വീഴ്ച. അപ്പോൾ ലോത്തിനെ കൊണ്ട് പോയത് കൊണ്ട് തന്നെ അതിലൂടെ മൊത്തം ബുദ്ധിമുട്ടുകളും മാത്രമാണ് അബ്രാമിന് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നമ്മൾ കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. ആ ലോത്തിനെ വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട് തനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ചെറുതല്ല എന്നുള്ളത് നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുമ്പോൾ നമ്മൾ അത് അതുപോലെ തന്നെ അനുസരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുപോലെ പിന്നീട് താൻ ചെയ്ത് തെറ്റുന്നുള്ളത് തന്നോട് ദൈവം കൽപ്പിച്ചതായിരുന്നു തനിക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത ദേശം കനാൻ ആയിരുന്നു എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു ക്ഷാമം വന്നപ്പോൾ താൻ ആ സ്ഥലത്തു നിന്ന് മാറി. തനിക്ക് ദൈവം കൊടുത്തിരുന്ന വാഗ്ദത്ത ദേശത്തു നിന്ന് താൻ മാറി താൻ ഈജിപ്തിലേക്ക് പോകാനായിട്ട്. ദൈവം തന്നോട് ഒരിക്കലും പറഞ്ഞില്ല താൻ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകണമെന്നുള്ളത്. പക്ഷെ തൻ്റെ ആ ഒരു സമയത്തെ ആ ഒരു ബുദ്ധിമുട്ടും ആ പ്രയാസങ്ങളൊക്കെ ഓർത്തപ്പോൾ താൻ അവിടെ ഉപേക്ഷിച്ചിട്ട് ദൈവം തനിക്ക് ഒരുക്കി വെച്ചിരുന്ന സ്ഥലം ഉപേക്ഷിച്ചിട്ട് താൻ മറ്റൊരു സ്ഥലത്തിലോട്ട് പോകാനിടയെത്തുന്നു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം അവിടെ പോയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, താൻ അവിടെ ചെന്നപ്പോൾ തൻ്റെ ഭാര്യ തൻ്റെ സഹോദരിയാണെന്ന് തനിക്ക് പറയാനായിട്ട് ഇടയായിത്തീർന്നു. അത് പകുതി സത്യമുണ്ട്, അത് ശരിയാണ്. എന്നാൽ പോലും താൻ അവിടെ ഒരു ഫുൾ സത്യത്തിലല്ല താനവിടെ പെരുമാറിയിരുന്നത്. തൻ്റെ ഭാര്യ അവരെന്തെങ്കിലും ചെയ്യുമോ, ഈജിപ്തുകാരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ട് താൻ അതങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അത് കാരണം ഫറവോനും തൻ്റെ കുടുംബത്തിനും ഒരുപാട് വേദനയുടെ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് നമ്മൾക്ക് മാത്രമല്ല, അത് മറ്റു പലർക്കും അതിൻ്റെ ഒരു അനന്തരഫലം അല്ലെങ്കിൽ മറ്റു പലർക്കും നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഒരു ഭവിഷ്യത്തിൽ മറ്റു പലർക്കും കൂടെ അനുഭവിക്കേണ്ടി വരും എന്നും കൂടെ നമ്മൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പോലും ഈ തെറ്റുകളൊക്കെയും സംഭവിച്ചിട്ട് പോലും ദൈവം അബ്രാമിനെ
കാത്തു പരിപാലിച്ച് എബ്രഹാമിൻ്റെ മേൽ ദൈവം വിശ്വസ്തനായിരുന്നു എന്ന് നമ്മൾ എന്നാലും കാണുന്നുണ്ട്. കാരണം ദൈവം ഒരിക്കലും ഈ അന്യപുരുഷന്മാരെയോ അല്ലെങ്കിൽ ഈ ഫറവോനെയോ അവർക്കൊക്കെ സാറയെ തൊടുവാനായിട്ട് ദൈവം അവരെ അനുവദിച്ചില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവിശ്വസ്തയൊക്കെ ഉണ്ടായിട്ട് പോലും ദൈവം അബ്രഹാമിനോട് വിശ്വസ്തനായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഭാഗത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്കും പല അവസരങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു അവിശ്വസ്തത വരുവാനിടയായി. എന്നാൽ പോലും ദൈവം നമ്മളോട് വിശ്വസ്തത കാണിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഈ ചിന്തകൾ നമ്മളെല്ലാവരെയും എൻകറേജ് ചെയ്യട്ടെ. കാരണം നമ്മുടെ ദൈവം എന്നുള്ളത് നമ്മൾ കൈവിടാത്തൊരു ദൈവമാണ്. കാരണം ദൈവത്തിന് നമ്മളുടെ വീക്ക്നെസ്സും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായെങ്കിൽ പോലും ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് നാം മാത്രം